friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ ഒരു വെറൈറ്റി സ്നാക്ക് ആണ് ഇടിമുട്ട. പേര് പോലെ തന്നെ സ്നാക്സും വെറൈറ്റി ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ കണ്ണൂർ സ്പെഷ്യൽ ഇടിമുട്ട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് മുട്ട ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാൽ മാത്രമേ നമുക്കത് മുട്ട ശരിക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ എല്ലാത്തിലും തടവി കൊടുക്കാം. ബ്രഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രഷ് വെച്ച് തടവിയാൽ മതി, അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലെല്ലാത്തിലും കൂടെ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ച് ഇതിനകത്തോട്ട് ഇടാം. അപ്പോൾ എണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇനി ഓരോ കുഴിയിലോട്ടും മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഈ 4 കുഴിയിൽ ഞാൻ മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓൾറെഡി വെള്ളം വെച്ചിട്ട് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇനി ഒരു 7-8 മിനിറ്റ് വേവിക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് നമുക്ക് മുട്ട വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഞാനിവിടെ അടച്ചു വെച്ചിട്ട് ഒരു 7-8 മിനിറ്റ് വേവിക്കുകയാണ്. അപ്പൊ 8 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അതിനുശേഷം ഞാനത് ഇഡ്ഡലി തട്ടുന്ന തണുത്ത് കഴിഞ്ഞപ്പോൾ വാങ്ങി. അപ്പൊ ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിനൊരു കോട്ടിങ് റെഡിയാക്കാം. അപ്പൊ ഞാനൊരു പാത്രത്തിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ, ടോട്ടൽ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മതി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഗരം മസാല ചേർക്കാം. അത് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മിക്സ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. ഇതും കൂടി ഇട്ടാൽ ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, കറിവേപ്പില മാത്രം ഇട്ടാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് അതും ട്രൈ ചെയ്യാം. അപ്പം അതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ പുഴുങ്ങിയ മുട്ട ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് മുട്ട വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തോട്ട് ഇത് കോട്ട് ചെയ്യാം. ഇത് കുറച്ചുകൂടെ എളുപ്പം കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇത് 2 സൈഡും നന്നായിട്ട് പരട്ടി കൊടുത്താൽ മതി. ഇങ്ങനെയെല്ലാം നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ കറക്റ്റ് ആയിരുന്നു 4 എണ്ണത്തിന്. അപ്പോൾ ഇതെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഈ കോട്ടിങ് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ, ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും വേണ്ട.
അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിട്ട് കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് മുട്ട കോട്ടിങ് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു പ്ലേറ്റുള്ള കോട്ടിങ്ങും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇനി നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ആയിട്ടാകുമ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ നിന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊന്നും ഇടുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി. ഈ സൈഡും കൂടി ആയിട്ട് നമുക്കിത് വാങ്ങാം. അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. പിന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണ പൊട്ടിത്തെറിക്കാണ്ട്. അപ്പോൾ ഇത് 4 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ ഇടിമുട്ട ഇവിടെ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മുട്ട കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, കുറച്ച് സ്പൈസി ഒക്കെ ആയതുകൊണ്ട്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്